പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഫലദായകമാക്കി ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമ്മൾ കാത്തിരിക്കുമ്പോൾ ഈ ആഗമന കാലത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന ആത്മാവിൻ്റെ ഫലം സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ് എന്ന് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് നമുക്ക് ഈ പുണ്യങ്ങളിൽ വളരാൻ സാധിക്കുക. സത്യത്തിൽ നമ്മളുടെ ജീവിതത്തെ ഫലദായകമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലം അത് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ഉള്ളിലാണ് ബാക്കിയെല്ലാം നിറഞ്ഞു നിൽക്കുക. ഒരു ചക്കപ്പഴത്തിൽ ധാരാളം ചുളയുള്ളതുപോലെ സ്നേഹമെന്ന ഒരു വലിയ ഫലത്തിനുള്ളിൽ നിറഞ്ഞു വരുന്ന മറ്റ് കൊച്ചു കൊച്ചു പുണ്യങ്ങളാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളെ സ്നേഹത്തിൽ അടിയുറച്ചതാക്കി വളർത്തുക എന്നതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഈശോ അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.